ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. സാധാരണ ബിരിയാണിയുടെ പ്രയാസങ്ങളൊന്നും കൂടാതെ ഒരു കുക്കറും ഒരു മിക്സിയും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിരിയാണിക്ക് വേണ്ടി ആദ്യം നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നിങ്ങൾ ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെ വേവിച്ചെടുത്താൽ നമുക്ക് ആകെ ഒരു പാത്രം മാത്രമേ ഇതിന് പരത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. വെള്ളം തിളക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1.5 കപ്പ് ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വെള്ളമൊക്കെ വാർത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചോറ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 65% വേവ് മാത്രം മതി. നിങ്ങൾ മുഴുവനായിട്ടും വേവിക്കരുത്. 1/4 വേവും അല്ല, അതിൻ്റെ കുറച്ച് താഴത്തെ വേവ് മതി. ഇത് നമുക്കൊന്ന് വാർത്ത് വെക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ സാധാരണ ബിരിയാണിക്ക് അരിയുന്നത് പോലെ എല്ലാം സെപ്പറേറ്റ് അരിഞ്ഞ് വഴറ്റി അങ്ങനെയൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയും ഒരു ഹാഫില്ല, ഒരു കാ ഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരിത്തിരി പുതിനയില. ഇനി ഇതെല്ലാം കൂടെ ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ചോപ്പർ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അരഞ്ഞു പോവാതെ നോക്കിയാൽ മതി. ഒന്ന് ചെറുതായിട്ട് നമ്മൾ പൊടിയായിട്ടാണ്, നമുക്കൊരു ക്രഷ് ചെയ്ത ടൈപ്പിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആ ഒരു പാകത്തിലേക്ക് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. മിക്സി ജാറിലിട്ടിട്ട് ഒരുപാട് സമയം അരക്കരുത്. പൾസ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കുക്കറിലേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നിച്ച് ഈ ക്രഷ് ചെയ്തതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുക. സാധാരണ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വഴറ്റാറില്ല, അതുപോലെ ഇന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നിറയെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് മസാല വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ ബിരിയാണി മസാല വാട്ടിയെടുക്കുന്നത് പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ മുട്ട ബിരിയാണിയാണ്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ചതച്ചെടുത്ത ചോപ്പറിൽ തന്നെ ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഡ്രൈ മസാലയല്ല നമുക്ക് വേണ്ടത്, പക്ഷേ എല്ലാം കഴിഞ്ഞ് ദമ്മ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മളുടെ ചോറ് ദമ്മായി കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കുക ഒരിക്കലും മറക്കരുത്. ദമ്മ് കഴിയുമ്പോഴേക്കും ഇത് നല്ല പാകത്തിന് ഡ്രൈ ആയി കിട്ടിക്കോളും. നമ്മൾ അരി വേവിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് മുട്ട പുഴുങ്ങിയെടുത്താൽ നമുക്കിനി അതിനായിട്ട് വേറൊരു പാത്രം വരുത്തേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ തന്നെ മുട്ട പുഴുങ്ങിയെടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് പോലെ ലെയർ സെറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളുടെ ഒരു ഈസി ആൻഡ് ക്വിക്ക് ബിരിയാണി അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ബിരിയാണീൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ആ വെള്ളത്തിൻ്റെ ഒരു സ്റ്റീമിലാണ് നമ്മളുടെ ചോറ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതിന് മുകളിലായിട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമോ മല്ലിയില ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഞാനൊരു ഏകദേശം ഒരു 25 മിനിറ്റോളം വളരെ കുഞ്ഞ് തീയിലിട്ടിട്ട് ഞാൻ ദം ചെയ്തിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതൊക്കെ പാകമായി. അതിൻ്റെ സ്റ്റീം കൊണ്ട് റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10 മാക്സിമം 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയായി. ഒരു പാത്രം മാത്രം പരത്തിയാൽ മതി. ഒരു ചോപ്പർ അല്ലെങ്കിൽ ഒരു മിക്സി ഉണ്ടായാൽ മതി.
അപ്പം നമുക്ക് നോണൊന്നും ഇല്ലാത്ത സമയത്തും നമുക്ക് നല്ല സൂപ്പർ ബിരിയാണി കോഴിമുട്ട ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കണം തോന്നിയാൽ ചിക്കനോ ബീഫോ മട്ടണോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ ബിരിയാണി എടുക്കാൻ നല്ല ടേസ്റ്റോടു കൂടി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാ മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.